പത്തനംതിട്ട കടമ്മനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനി നിള എസ് പണിക്കരുമായി ക്യാമ്പസിനകത്ത് തർക്കത്തിലാണ് ലോ കോളേജ് വിദ്യാർത്ഥിയും ഡിവൈഎഫ്ഐ നേതാവുമായ ജെയ്സൺ ജോസഫിനോടൊപ്പം ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരുമുണ്ട്. അടിക്കാനും ഇടിക്കാനും ഒന്നുമല്ല ഇങ്ങോട്ടിറങ്ങി വരാൻ വിദ്യാർത്ഥിനിയോട് ഡിവൈഎഫ്ഐ നേതാവിന്റെ ആവശ്യം. നിനക്കുള്ള പണി ഞാൻ തന്നില്ലെങ്കിൽ നീ എന്റെ പേര് മാറ്റിക്കോ എന്ന് വിദ്യാർത്ഥിനി ദേഷ്യത്തോടെ ഡിവൈഎഫ്ഐ നേതാവിനോട് പറഞ്ഞു. ഇതോടെ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിന്റെ സകല നിയന്ത്രണവും പോയി. ഒരു കണക്കിന് കൂടെയുള്ളവർ ഡിവൈഎഫ്ഐ നേതാവിനെ നിയന്ത്രിച്ചു നിർത്തി. പെൺകുട്ടികളാണ് മാറി നിൽക്കെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് കോളേജ് അധികൃതരും പറഞ്ഞു. ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് തന്നെ മർദ്ദിച്ചതായി ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥിനി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്ത് 3 ദിവസമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇടപെട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനിയെയും കൂട്ടി പ്രവർത്തകർ നേരെ ആറന്മുള പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി ചെന്നു. പോലീസുകാർക്ക് കാര്യം മനസ്സിലാകുന്നതിന് മുമ്പ് പ്രവർത്തകർ സ്റ്റേഷനകത്ത് സമരവും ആരംഭിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകനെതിരെ കേസെടുക്കാൻ പോലീസിന് ഭയമാണെന്നും വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചിട്ട് പോലും നീതി നിഷേധിക്കപ്പെടുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ബാക്കിയുള്ള സംഘടനകളൊക്കെ വർക്ക് ചെയ്യുന്നവരായിട്ടെ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. അവിടെ മൃഗീയമായിട്ട് മർദ്ദിച്ചിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചിട്ട് അവിടെ 2 ദിവസം കഴിയും. ആ 2 ദിവസമായിട്ട് ഇതുവരെ കേസുമില്ല, FIR ഇല്ല, ഒരു കുന്തവുമില്ല. ഒടുവിൽ SHO എത്തി പ്രവർത്തകരെ തന്റെ ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയി. വിദ്യാർത്ഥിനിയുടെ മൊഴിപ്രകാരം എല്ലാ വകുപ്പുകളും ചേർത്ത് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് SHO അറിയിച്ചു. മൊഴിയെടുത്തിട്ടും കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാലാണ് പോലീസ് സ്റ്റേഷനകത്ത് സമരം ചെയ്യേണ്ടി വന്നതെന്ന് വിദ്യാർത്ഥിനിയും പറഞ്ഞു. 3 ദിവസമായിട്ട് നടപടി എടുത്തില്ല. പിന്നെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, ഞാനും എൻ്റെ ഫാമിലിയും. ഇപ്പോൾ ഇവർ ഇത്രയും പേരുമായിട്ട് വന്നപ്പോൾ പോലീസ് പറയുന്നത് അരമണിക്കൂറിനുള്ളിൽ FIR തരാമെന്നാണ് പറയുന്നത്. ഇന്നലെ മൊഴി എടുത്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. അത് എന്നിട്ട് പോലും FIR കൈ കിട്ടിയിട്ടില്ലായിരുന്നു. ഡിവൈഎഫ്ഐ പെരുന്നാട് ഏരിയ സെക്രട്ടറി, CPIM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം എന്നീ ചുമതലകളാണ് ജെയ്സൺ ജോസഫ് വഹിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.